സംസ്ഥാനത്ത് 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു. മലപ്പുറത്ത് 10 വയസ്സുകാരിക്കും കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി 30കാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ദിൽഷ തിലകനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദിൽഷ, എന്താണ് ഇക്കാര്യത്തിൽ കൂടുതലായി വരുന്ന വിവരങ്ങൾ? സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഓരോ ദിവസവും ഇപ്പോൾ കൂടുതൽ പേരിലേക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതൽ പേർക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. കൂടുതൽ പേർ രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റ് ആശുപത്രികളിലുമൊക്കെ എത്തുന്നതായിട്ട് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു 10 വയസ്സുകാരി, അതുപോലെ തന്നെ രാമനാട്ടുകര സ്വദേശിയായിട്ടുള്ള 30 വയസ്സുകാരി എന്നിവർക്കാണ് രോഗബാധ. ഇതോടെ ഇപ്പം നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 12 ആയിരിക്കുകയാണ്. ഇതിൽ 3 പേർ കുട്ടികളാണ്. ഇപ്പോൾ സ്ഥിരീകരിച്ച മലപ്പുറം സ്വദേശിയായിട്ടുള്ള 10 വയസ്സുകാരി ഉൾപ്പെടെ 3 പേർ കുട്ടികളാണ്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ മറ്റുള്ളവരുടെയൊക്കെ ആരോഗ്യത്തെ സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് പറയുന്നത് നില തൃപ്തികരമാണ് എന്നാണ്. കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ഒരു 35 വയസ്സുകാരന് രോഗബാധയുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ നില മാത്രമാണ് നിലവിൽ ഗുരുതരമായി തുടരുന്നത്. മറ്റുള്ളവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് നിലവിൽ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കുക. കാരണം കൂടുതൽ പേരിലേക്ക് രോഗബാധ സ്ഥിരീകരിക്കുന്ന സമയത്തും ഒന്നിൻ്റെയും രോഗബാധിതരുടെ ഉറവിടം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രവുമല്ല, ഏറ്റവും അപകടകാരിയായിട്ടുള്ള നെഗ്ലേറിയ ഫൗളേറിയ എന്ന് പറയുന്ന അമീബയാണ് ഇപ്പോൾ രോഗം ബാധിച്ച് മരിച്ചവരിലും അതുപോലെ തന്നെ രോഗബാധ സ്ഥിരീകരിക്കുന്നവരിലും എല്ലാം തന്നെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ മാസ് ക്ലോറിനേഷൻ അടക്കമുള്ള നടപടികളിലേക്കൊക്കെ തന്നെ ആരോഗ്യവകുപ്പ് കടന്നിട്ടുണ്ടെങ്കിലും പലരുടെയും രോഗബാധയെ സംബന്ധിച്ച രോഗ ഉറവിടത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിൽ, ആ ഒരു വിഷയങ്ങളിൽ ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഇന്നലെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 2 പേർക്ക് രോഗമുക്തി നേടി എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. താമരശ്ശേരി സ്വദേശിയായിട്ടുള്ള അനയ, 4ാം ക്ലാസ്സുകാരി അനയ രോഗം ബാധിച്ച് മരിച്ച കുട്ടിയാണ്. ഈ കുട്ടിയുടെ 2 സഹോദരന്മാരാണ് രോഗബാധയെ തുടർന്ന്. അതിൽ ഒരാൾക്ക് മാത്രമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം പോസിറ്റീവായിട്ടുള്ളത്. മറ്റൊരാൾ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലായിരുന്നു. 2 ആളും പൂർണ്ണമായി മുക്തി നേടി ഇപ്പോൾ ആശുപത്രി വിട്ടിട്ടുണ്ടെന്നുള്ളത് ഒരു ആശ്വാസകരമായ ഒരു കാര്യമാണ്. സ്വാതി. ശരി ദിൽഷ, എന്തായാലും ആശങ്കകളുണ്ട് ഇക്കാര്യത്തിൽ. സംസ്ഥാനത്ത് 2 പേർക്ക് കൂടിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് 10 വയസ്സുകാരിക്കും കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി 30കാരിക്കുമാണ് കൂടുതൽ ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം.